എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ അടുക്കളത്തോട്ടത്തിൽ നിന്ന് കുറച്ച് വിളവെടുപ്പ് നടത്തിയതും കൂടാതെ നമ്മൾ മുന്നേ ബയോബിനെ കുറിച്ച് പറഞ്ഞിരുന്നു നിങ്ങളോട്. അപ്പോൾ ഒരു മാസത്തിന് ശേഷം ബയോബിൻ്റെ റിസൾട്ടുമായിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. എന്തായാലും അടുക്കളത്തോട്ടത്തിൽ നിന്ന് ഒരു 3-4 വഴുതന ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ആഴ്ചയിൽ 2 പ്രാവശ്യമായിട്ട് ഞങ്ങൾക്ക് 3 അല്ലെങ്കിൽ 4 2 ഒക്കെ വഴുതനങ്ങ കിട്ടാറുണ്ട്. അത് ഉപ്പേരിക്കോ കറിക്കോ ഒക്കെ ആയിട്ട് ഞങ്ങൾ ഉപയോഗിക്കാറുമുണ്ട്. അപ്പോൾ എന്തായാലും ബയോബിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും മുകളിലത്തെ ബയോബിൻ നിറഞ്ഞതോടുകൂടി ഞങ്ങൾ ഏറ്റവും താഴെയാക്കി അതിനെ വെച്ചു. അതാണിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് നന്നായിട്ട് വളമായി മാറിയിട്ടുണ്ട്. അതിൽ എന്തൊക്കെ പച്ചക്കറിയുടെ വിത്തുകളൊക്കെ വീണത് ഒരു മുളയായി പൊട്ടി വന്നിട്ടുമുണ്ട്. അതിൽ കുറച്ച് ഉറുമ്പുകളുണ്ടെങ്കിലും അത് ചെടികൾക്ക് ദോഷമുള്ള ഉറുമ്പുകളല്ല. നടുക്കലത്തെ ബയോബിൻ്റെ അവസ്ഥ വളരെ മോശമായിരുന്നു. ആ ഒരു അവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ എന്ന് തന്നെ പറയാം. കാരണം നമ്മളത് വളമായിട്ടാണല്ലോ കണ്ട് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ അതിൽ നിറയെ പുഴുക്കൾ വരാനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ അതിൽ പ്രധാന കാരണം തന്നെയാണ്. അത് നമ്മൾ നന്നായി ശ്രദ്ധിക്കേണ്ട കാരണം കൂടിയാണ്. വെള്ളത്തോടെയുള്ള വേസ്റ്റുകൾ ഒരിക്കലും ബയോബിന്നിൽ നിക്ഷേപിക്കാൻ പാടില്ല. അതായത് നമ്മൾ കട്ട് ചെയ്ത പച്ചക്കറിയുടെ വേസ്റ്റും വെള്ളം കൂടെ എല്ലാം കൂടെ നമ്മൾ ഒരിക്കലും ബയോബിന്നിൽ ഒഴിക്കാൻ പാടില്ല. തൊലികൾ, മുട്ടത്തൊണ്ടുകൾ, ഫിഷ് കട്ട് ചെയ്തതിൻ്റെ വേസ്റ്റുകളൊക്കെ അരിപ്പയിൽ അരിച്ചെടുത്ത് ഇതിന് ശേഷം മാത്രമേ നമ്മൾ ബയോബിന്നിൽ നിക്ഷേപിക്കാവൂ. ഡയറക്റ്റ് അത് വെള്ളത്തോടു കൂടെ ഒട്ടിയാൽ ഇതേപോലെ പുഴുക്കളായി മാറും. ശരിക്കും ഒരു ചാണകത്തിൻ്റെ സ്മെല്ലും പുഴുക്കളും വല്ലാത്തൊരവസ്ഥ തന്നെയായിരുന്നു. വീട്ടിൽ കോഴികൾ അല്ലെങ്കിൽ മീനുകളൊക്കെ വളർത്തുന്നവർക്ക് ഇത് ഉപകാരപ്പെടും. കാരണം അവർക്ക് ഇത് ഭക്ഷണമാക്കി കൊടുക്കാം. പിന്നെ ഈ പുഴുക്കളെ വളർത്തിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ബയോബിന്നിൽ തന്നെ കുറച്ച് രാവിലത്തെ അപ്പോ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുത്താൽ അതിലെ ഫുൾ പുഴുക്കളും മുകളിലേക്ക് കയറി വരികയും നമുക്ക് ആ ഒരു പുഴുക്കളെ കോഴികൾക്കോ മീനുകൾക്കോ ഭക്ഷണമായി നൽകാവുന്നതാണ്. ഈ ഒരു ബയോബിൻ നമുക്ക് അതിനായിട്ട് തന്നെ മാറ്റിവെക്കാനും പറ്റുമായിരുന്നു. മറ്റേ ബയോബിനിൽ ഒരിക്കലും ഈ ഒരു പുഴുക്കൾ കയറി വരികയുമില്ല. എന്തായാലും വീടിൻ്റെ മൂലയിലുള്ള ഒരു തെങ്ങിൻ ചുവട്ടിൽ ഞാൻ ആ ഒരു മോശമായിട്ടുള്ള ആ ഒരു പുഴുക്കൾ വന്നിട്ടുള്ള ബയോബിൻ ഞാനും ഇവിടുത്തെ വലിയമ്മയൊക്കെ കൊണ്ടുപോയിട്ട് കൊട്ടിയിട്ടുണ്ട്. അവിടെ കുറച്ച് ചപ്പിലക്കോഴികളും ചകിരിക്കോഴികളും ഒക്കെ വരാറുണ്ട്. ചപ്പിലക്കോഴി എന്ന് പറയുന്നത് കാട്ടുകോഴീനെയാണ് കേട്ടോ. നിങ്ങളവിടെ അതിനെന്താ പറയാമെന്ന് പറയുന്നുണ്ടോ? പിന്നെ കുറച്ച് ചകിരിക്കിളികൾ പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ വളമായതിനെ ഞങ്ങളൊന്ന് ഇളക്കി മറിച്ചിട്ട് ചെടികളുടെ അടിയിലേക്കൊക്കെ ഇടാൻ വേണ്ടി തയ്യാറായി പോയപ്പോൾ നിറയെ പുല്ലുകളാണ്. നമ്മളെ പച്ചക്കറി തൈകൾ ഏതാ എന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയിൽ നിറയെ പുല്ലുകൾ. നോമ്പായതുകൊണ്ട് തന്നെ ആ ഒരു ക്ഷീണം എല്ലാം വെച്ച് ഈ പുല്ല് പറിക്കാനോ ഇതിൻ്റെ പുറകെ നടക്കാനോ എനിക്ക് പറ്റിയില്ല. എങ്കിലും നോമ്പ് എടുത്തുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു വൈകിട്ടുള്ള കുക്കിംഗ് ടൈമിൻ്റെ ആ ഒരു ടൈമിൻ്റെ കുറച്ച് മുന്നേ ആയിട്ട് നിന്ന് ഞാൻ പുല്ലുകളൊക്കെ പറിക്കുകയാണ്. ആ ടൈമിൽ വെയിലൊക്കെ ഒന്ന് കുറച്ച് കുറയും ചെയ്യുന്നുണ്ട് ആ ഭാഗത്തേക്ക്. അപ്പോൾ ആ പുല്ലുകളൊക്കെ പറിക്കാൻ ഇഷ്ടം പോലെ പുല്ലുകളുണ്ടായിരുന്നു. പറിച്ചതിന് ശേഷം ഇടയിലായിട്ട് ഞാൻ ക്യാബേജ്, കോളിഫ്ലവർ എന്നിവയുടെ അടിയിലൊക്കെ ഈ ഒരു വളം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നനവൊക്കെ ചെല്ലുമ്പോൾ അത് ഇറങ്ങി അതിൻ്റെ ഒരു അംശങ്ങളും അതിലുള്ള ഘടകങ്ങളെല്ലാം ഇറങ്ങി ചെടിയുടെ വേരുകൾ വലിച്ചെടുത്തുകൊള്ളും. അപ്പോൾ അടിവളമായിട്ട് നമ്മൾ ബയോബിനിൽ തയ്യാറാക്കിയെടുത്ത ഒരു അടിവളങ്ങളാണ് ഇപ്പോൾ കൊടുക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ ഇപ്പോൾ ചെടി വെച്ചതിന് ശേഷം കുറച്ച് വലുതായി വന്നിട്ടുണ്ട്. വളമായിട്ട് ഒരു അടിവളം അല്ലെങ്കിൽ ചെടിക്കായിട്ട് ഒരു വളം ആദ്യമായിട്ടാണ് കൊടുക്കുന്നത്. അത് ഒരു വീട്ടിൽ തയ്യാറാക്കിയെടുത്ത ബയോബിനിൽ തയ്യാറാക്കിയ അടിവളം തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ചെടികളുടെ റിസൾട്ട് കാണുമ്പോൾ നമുക്കറിയാലോ അത് ഓക്കെ ആയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ. അപ്പോൾ പയറുകൾ മുളച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വെണ്ട, വഴുതനങ്ങ, തക്കാളി, പിന്നെ കുക്കുംബർ, ചൊരങ്ങ, പടവലങ്ങ, പിന്നെ നമ്മുടെ കൊള്ളി അതായത് പൂളത്തറികൾ അവയൊക്കെ മുളച്ചിട്ട് വന്നിട്ടുണ്ട്. പിന്നെ പച്ചമുളകിൻ്റെ കുറച്ച് തെയ്യുകൾ, ചീര എന്നിവയൊക്കെ മുളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടിവളമൊക്കെ ആയിട്ട് ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത്. അത് സക്സസ് ആവില്ലെന്ന് നമുക്ക് കണ്ടറിയാം. എന്തായാലും പുല്ലുകളൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ എളുപ്പം പറിച്ചെടുക്കുന്നുണ്ട്. കാണുന്നത് പോലെയല്ല പുല്ലുകൾ. കാണുമ്പോൾ നമുക്ക് കുറച്ചൊക്കെ ആയിട്ട് എനിക്ക് തോന്നിയത്. പക്ഷെ പറിച്ചെടുക്കാൻ തുടങ്ങിയപ്പോഴാണ് ഒരുപാട് പുല്ലുകളുണ്ട്. അതോ നല്ല അടിവേര് ഉറച്ച് പിടിച്ച പുല്ലുകൾ. കാരണം ഇവിടെ കൊത്തി കളച്ചിട്ടതിന് ശേഷമാണല്ലോ നമ്മൾ തെയ്യകളും വിത്തുകളൊക്കെ പാകുന്നത്. അപ്പോൾ ആ ഒരു മണ്ണിൽ തന്നെ ഇവർ നന്നായിട്ട് ഉറച്ച് വേരുകൾ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചധികം ടൈം എടുത്തിട്ടാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത്. പെട്ടെന്ന് കഴിയുമെന്ന് വിചാരിച്ചിട്ട് നിന്നത് കൊണ്ട് തന്നെ അത് എൻ്റെ ടൈമിനെ കളയാണ് ചെയ്തത്. പെട്ടെന്ന് കഴിഞ്ഞൊന്നുമില്ല കേട്ടോ. കുറച്ചധികം ടൈം എടുത്തു. നന്നായിട്ട് ടൈം എടുത്തു പറഞ്ഞാൽ നന്നായിട്ട് ടൈം എടുത്തു. ഓരോ ചെടികളും തെയ്യുകളൊക്കെ നോക്കിയിട്ട് വേണ്ട ഇപ്പോൾ ഇത് പറിച്ചെടുക്കാൻ. പെട്ടെന്ന് പറിച്ചെടുക്കുമ്പോൾ നമ്മൾ മുളച്ച് വന്ന
തീകളിൽ തന്നെ നമ്മൾ അറിയാതെ പറിച്ചെടുത്ത് പോവുകയാണ്. അപ്പോൾ അത് നമുക്ക് ഒരുപാട് സങ്കടം ഉണ്ടാക്കേണ്ട കാര്യമാണ്. നമ്മൾ ഓരോ ദിവസവും ഓരോ തെയ്യകളും മുളച്ചോ ഇതിൻ്റെയൊക്കെ അപ്ഡേഷൻ നോക്കി ഇങ്ങനെ ഇരിക്കും, ആയോ വന്നോ എന്നൊക്കെ. അപ്പോൾ ഒരു ക്യാബേജിൻ്റെ വീഡിയോ ഇതിൻ്റെ മുന്നേ ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ക്യാബേജൊക്കെ ഏകദേശം ഉരുണ്ട് വന്നതിന് ശേഷം അതിൽ ഒരു ദിവസം കൊണ്ട്, ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ദിവസം കൊണ്ട് പുഴുക്കൾ വന്ന് ആകെ അത് നശിപ്പിച്ചു. നമ്മളിവിടെ വളപ്രയോഗമൊക്കെ നടത്തിയെങ്കിലും പുഴുക്കൾക്ക് എതിരായിട്ടുള്ള സംഭവമൊക്കെ നടത്തിയെങ്കിലും അത് ഫുള്ള് കഴിച്ചിട്ടേ അവരൊക്കെ ചത്തൊടുങ്ങിയതുള്ളൂ. അപ്പോൾ അത് നമുക്ക് വളരെ ഒരു സങ്കടം ഉണ്ടാക്കിയ കാര്യമാണ്. അപ്പോൾ അത്രയും നമ്മളിങ്ങനെ നോക്കിയിരിക്കുകയാണ് ഉണ്ടാവില്ല എന്ന്. നമ്മൾ ഇപ്പോൾ ഒരു ഇത് നട്ടുണ്ടാക്കുമ്പോൾ നമുക്ക് അതിന്മേൽ കായ കിട്ടി നമ്മളത് കഴിക്കുമ്പോൾ ഉള്ള ഒരു ഫീലിങ് അതൊന്നും വേറെ ഇല്ലേ. പക്ഷെ അത് ആ കായ ആയി നമുക്ക് കിട്ടിയില്ല എന്നൊക്കെ പോവുകയും ചെയ്തു എന്ന് പറയുമ്പോൾ ഉള്ള ഒരു അവസ്ഥ അത് വളരെ വളരെ സങ്കടമുള്ള ഒരു അവസ്ഥയാണ്. അപ്പോൾ എന്തായാലും കുറച്ചധികം പുല്ലുകൾ തന്നെ പറിച്ചിട്ടും കഴിയണമില്ല. നല്ല അടിവേരെ കുറച്ചിട്ട് കുറേ കാലിങ്ങനെ കുനിഞ്ഞ് നിന്നിട്ട് കുറേ പറിച്ച് നോക്കി. പിന്നെ ഇരുന്നിട്ട് പറിക്കാൻ തുടങ്ങി. കാരണം കുനിഞ്ഞ് നിന്ന് പറിച്ച് നടുവേദന എടുക്കാൻ തുടങ്ങി. അപ്പോൾ പിന്നെ അവിടെ ഇരുന്നിട്ട് പറിക്കാമെന്ന് ആലോചിച്ച് ഇരുന്നിട്ടും കുറേ നേരം പറിക്കാൻ തുടങ്ങി. എത്ര പറിച്ചിട്ടും കഴിയണില്ല, അത്രയും പുല്ലുകൾ. പിന്നെ ചെത്തിക്കോരാന്ന് വെച്ചാൽ അതിപ്പോൾ നോമ്പെടുത്തിട്ട് ചെത്തിക്കോറുമ്പോൾ കുറച്ച് റിസ്ക്കാണ്. നമുക്ക് ദാഹം കൂടും, ക്ഷീണം കൂടും. അപ്പോൾ കൈകൊണ്ട് ഇങ്ങനെ പറിച്ചെടുക്കുക ബെറ്റർ എന്ന് തോന്നിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞത് നിങ്ങളാരും മറക്കണ്ട ബയോബിൻ്റെ കാര്യം. ബയോബിനിൽ നമ്മളൊരിക്കലും വെള്ളത്തോടെ കൂടി വേസ്റ്റ് കൊണ്ടുപോയിടരുത്. പച്ചക്കറികളുടെ തൊലികളും മീനിൻ്റെ തൊലി അല്ലെങ്കിൽ അതിൻ്റെ ചിലുക്ക വാല് അതൊക്കെ കട്ട് ചെയ്തതിൻ്റെ ആ ഒരു ഭാഗങ്ങൾ മാത്രം ഒരിക്കലും വെള്ളത്തിൽ ഇങ്ങനെ കുതിർത്തി ആ വെള്ളത്തോടെ കൂടെ ഒഴിക്കുമ്പോഴാണ് ഇതിൽ പുഴുക്കളും ബാക്ടീരിയാസൊക്കെ ആയിട്ട് അത് മാറണത്. അപ്പോൾ അത് വരാതിരിക്കാൻ ഏറ്റവും നല്ല ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് വെള്ളമില്ലാത്ത വേസ്റ്റുകൾ ഇടുക. പച്ചക്കറിയുടെ ഉള്ളിത്തൊലി, അതുപോലെ കുമ്പളങ്ങത്തൊലി, പച്ചവായ്ക്കയുടെ തൊലി, അങ്ങനെ ഒരിക്കലും വെള്ളത്തോടു കൂടെ അല്ലാണ്ട് നനവില്ലാണ്ട് അതിൽ കൊണ്ടിട്ടാൽ അത് നല്ലൊരു വളമായി മാറും. പിന്നെ ഇടയ്ക്കൊന്ന് ചകിരിച്ചോറ് അത്യാവശ്യം ഇങ്ങനെ പച്ചക്കറികളൊക്കെ നമ്മൾ ആദ്യം ചകിരിച്ചോറിടും ബയോബിനിൽ. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പച്ചക്കറി വേസ്റ്റ് ഇടുകയാണ് ചെയ്യുക. അതിൻ്റെ മുകളിൽ കുറച്ച് പച്ചക്കറി വേസ്റ്റ് ആയെന്ന് കണ്ട കുറച്ചും കൂടി ഒരു 1-2 സെൻറ്റിമീറ്റർ കനത്തിൽ ചകിരിച്ചോറ് ഇങ്ങനെ വെതറി കൊടുക്കുക. എന്നിട്ട് അത് ഒന്ന് പിന്നെ അടച്ച് വെക്കുക. പിന്നെ 2 ദിവസം പിന്നെയും കൂടി 2 ദിവസത്തെ കൂടി വേസ്റ്റ് ഇട്ടതിന് ശേഷം നമ്മളതൊന്ന് ഒരു കമ്പ് എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്തിട്ട് ഏകദേശം ആ ഒരു ബക്കറ്റ് ഫുള്ളായി വന്നു എന്ന് കണ്ടാൽ പിന്നെ അതിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് കുറച്ചുകൂടി ചകിരിച്ചോറ് ഇട്ട് കൊടുത്ത് നമ്മൾ ഏറ്റവും അടിയിലെ ബക്കറ്റിലേക്ക് അത് മാറ്റുക. അപ്പോൾ അടിയിലിരുന്നിട്ട് അത് പിന്നെ തന്നെ വളമായിട്ട് മാറിക്കോളും. അങ്ങനെ പിന്നെ ഏറ്റവും അടിയിലുണ്ടായിരുന്ന ബക്കറ്റിനെ മുകളിലേക്ക് വെക്കുക. അങ്ങനെ അതിനങ്ങനെ ഒരു സർക്കിൾ രൂപത്തിൽ നമ്മളതിങ്ങനെ ചെയ്ത് കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് വളം കിട്ടിയതൊക്കെ നമ്മൾ വെണ്ടക്കും വഴുതനക്കും കുക്കുംബറിനും എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. മോനാണ് വീഡിയോ എടുത്ത് തരുന്നത്. അവന് വീഡിയോ എടുത്ത് തരുന്നതിൻ്റെ എല്ലാവിധ ഗുണങ്ങളും ചില ഭാഗങ്ങളിൽ എനിക്ക് കാണാനുമുണ്ട്. പിന്നെ ആരും വീഡിയോ എടുത്ത് സഹായിക്കല്ലാത്തതുകൊണ്ട് അവനാണ് വീഡിയോ എടുത്ത് തരുന്നത്. പിന്നെ നേരത്തെ മക്കൾ വഴുതനങ്ങ പൊട്ടിക്കാൻ വേണ്ടിയിട്ടും ഭയങ്കര വാശിയാണ് രണ്ടുപേർക്ക്. അവർക്ക് മത്സരിച്ച് വാശിയാണ്, എനിക്കും പൊട്ടിക്കണം എന്ന് പറഞ്ഞിട്ട്. ആരും കാണാതെ ഞാനത് പൊട്ടിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ നേരത്തെ അവർ വഴുതനങ്ങ പൊട്ടിച്ചപ്പോൾ അതിൻ്റെ കമ്പുകൾ 2-3 കമ്പുകൾ, അതും പൂക്കളും അതുപോലെ തന്നെ വഴുതനങ്ങ ഇങ്ങനെ ഒരു ബേബി വഴുതനങ്ങക്കായി വന്നതും കൂടെ അവരുടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അത് പയർ തയ്യാറുകളൊക്കെ അങ്ങനെ വള്ളിയിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. കേബേജ്, അതുപോലെ കോളിഫ്ലവർ, ബ്രോക്കോളി, അതിലൊന്ന് ബ്രോക്കോളിയാണ് ഇവയെല്ലാം വന്നിട്ടുണ്ട്. അതിനിടയിൽ ഒരു കാന്താരി മുളകിൻ്റെ തെയ്യ് കിടപ്പുണ്ട്. അതുപോലെ കൊള്ളി, പിന്നെ ആ ഭാഗങ്ങൾക്കായിട്ട് പിന്നെയും പയറും അതുപോലെ ചിരങ്ങയാണോ അതോ ഇനി പടവലാണോ എന്നറിയില്ല, അതും വളർന്നു വരുന്നുണ്ട്. ഒക്കെ ഉണ്ടായതിന് ശേഷം ഞാൻ നിങ്ങളോട് പറയാം അപ്പോൾ എന്താണ് ഈ ഉണ്ടായി വരുന്നതെന്ന്. അതിൻ്റെ ഇടയിൽ ചീരണ്ട്, പച്ചച്ചീരണ്ട്, ചുവന്ന ചീരണ്ട്, അതുപോലെ പാലക് ചീര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചീരയും കൂടെയുണ്ട്. അപ്പോൾ ഇവയെല്ലാം കൂടെ ആയിട്ടാണ് നമ്മളൊരു കുറച്ച് സ്ഥലത്താണ് ചെയ്യുന്നത്. പിന്നെ അതിന് ഞാൻ എൻ്റെതായ രീതിയിൽ തന്നെ ഞാൻ കുറച്ച് തുണികളൊക്കെ കീറി കെട്ടിയിട്ട് പന്തലിട്ടെടുത്തിട്ടുമുണ്ട്. അപ്പോൾ അതിലൂടെ ഇങ്ങനെ പയറുവെള്ളം ഇങ്ങനെ കയറി ഏകദേശം ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. പുല്ലിൻ്റെ അവസ്ഥ ഞാൻ പറഞ്ഞില്ലേ, വേറെ ആരുമില്ല, ഞാൻ തന്നെ ചെയ്യുന്നത്. അപ്പോൾ അത് കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ ചെയ്യും വേണമല്ലോ. പെട്ടെന്ന് പറിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിലെ തെയ്യുകൾ അറിയാതെ പറിച്ച് ഞാൻ കളയുമെന്നുള്ളൊരു ഭയം കാരണം വളരെ കുറച്ച് സാവകാശത്തോട് കൂടിയിട്ടാണ് ഞാൻ പറിക്കുന്നത്. പിന്നെ ഉച്ചയ്ക്ക് കുറേയൊക്കെ നോമ്പ് തുറക്കുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വന്നതുകൊണ്ട് തന്നെ
എനിക്ക് എന്താ പറയുക, ഈ ടൈമിൽ ഇരിക്കുമ്പോൾ അത്ര ടെൻഷനില്ല. എങ്കിലും ജ്യൂസ് മറ്റ് ഐറ്റംസൊക്കെ നമുക്ക് ആ ടൈമൊക്കെ വേണമല്ലോ. അത് പിന്നെ പെട്ടെന്ന് കഴിയുമെന്നുള്ളൊരു ധൈര്യത്തോടെ തന്നെയാണ് ഞാൻ ഈ ഒരു പുല്ല് വരക്ക് ഇരിക്കുന്നത്. എന്തായാലും കുറച്ച് ടൈം എടുത്തു. ആകെ എന്താ പറയണ മുഷിഞ്ഞ ഒരു അവസ്ഥയായി. കാരണം നമ്മൾ പെട്ടെന്ന് കഴിഞ്ഞു പോകുമെന്ന് വിചാരിച്ചത് കഴിയാൻ പറ്റാത്ത ഒരവസ്ഥയായി. കഴിയാതെ നമ്മൾ അതുകൊണ്ട് കുടുങ്ങിയെന്ന് തന്നെ പറയുക. എത്ര വാരി പറിച്ചാലും നുള്ളി പറിച്ചാലും തീരാത്ത അത്രയും പുല്ലുകൾ. പിന്നെ പുല്ല് പറിക്കണ സമയത്ത് ലാസ്റ്റ് ഞാൻ പിന്നെ ചിന്തിച്ച് തുടങ്ങി, നല്ലതിന് വേണ്ടിയായിരിക്കും ഇത്രയും ടൈം എടുക്കുന്നതും. എന്തും സംഭവിക്കാൻ ഒറ്റയടിക്കല്ലല്ലോ, കുറച്ച് ടൈം എടുത്തിട്ടല്ലേ. അപ്പോൾ കുറച്ച് കഷ്ടപ്പെട്ടാൽ എന്താ, നല്ല റിസൾട്ട് കിട്ടിയാൽ മതിയല്ലോ എന്നുള്ള ചിന്തയായി. അങ്ങനെ നല്ല റിസൾട്ട് കിട്ടും എന്നുള്ളത് പിന്നീട് എനിക്കൊരു പ്രതീക്ഷയായിട്ട് മാറി. പിന്നെ പ്രതീക്ഷകളാണല്ലോ മനുഷ്യരെ ജീവിക്കാനൊക്കെ പ്രേരിപ്പിക്കണം. അപ്പോൾ അങ്ങനെ ഒരു പ്രതീക്ഷ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് പറിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്കൊരു വലിയ മുഷിപ്പൊന്നും പിന്നെ അങ്ങോട്ട് തോന്നി തുടങ്ങുകയും ചെയ്തില്ല. വന്ന മുഷിപ്പിനൊക്കെ ഈ ഒരു പ്രതീക്ഷയും ഈ ഒരു ആഗ്രഹമൊക്കെ വെച്ചിട്ടാണ് മാറ്റി. അപ്പോൾ കുറച്ച് പയർ, ആദ്യത്തെ പയറാണിത്. ഒരു 3-4 വള്ളിയൊന്നും വല്ലാതെ ആവാതെ തന്നെ നമുക്ക് 3-4 പയർ കിട്ടും. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.